ഇന്നൊരു കോൺ പുലാവ് ഉണ്ടാക്കിയാലോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വളരെ ടേസ്റ്റിയാണ്. കോൺ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ നമുക്കതിൻ്റെ കോൺ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനകത്തോട്ട് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റും. അപ്പോൾ ബട്ടറും ഓയിലും ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് സവോള, ഇഞ്ചി, സവാള ഒരു സവാള മതി, പച്ചമുളക് ഒരു 2 എണ്ണം നല്ല എരിവുള്ളത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി. അത് ക്രഷ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ 2 തരത്തിലും നമുക്ക് ചേർക്കാം. ഇനി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവണം, അതിൻ്റെ പച്ചവ ഒന്ന് മാറി കിട്ടിയാൽ മതി. അതുവരെ വഴറ്റി. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒന്നിലേ നമുക്ക് ഫ്രോസൺ കോൺ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കോൺ കുക്ക് ചെയ്ത് എടുത്തതാണ്. കോൺ കനൽസ് ബോയിൽ ചെയ്ത് എടുത്തതാണ്. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് കോൺ കുക്ക് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കുക്ക്ഡാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കോൺ ഇട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് കുക്ക് ചെയ്ത് എടുത്താൽ മതി. ഇതിപ്പോൾ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി റെഡിയാവും. നമുക്ക് റൈസ് വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് എണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ഗീ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ റിച്ചാണ്. അപ്പോൾ ഞാനിപ്പം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഓയിലിൽ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ചൂടായി വരുന്നുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് റൈസാണ് നമ്മൾ കോൺ പുലാവിനായിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്ത് കുതിർത്ത് ഒരു 20 മിനിറ്റ്സ് കുതിർത്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചത്. അപ്പോൾ ഒരു 3 ഗ്ലാസ് അതിൻ്റെ ഡബിള് വെള്ളം ഞാൻ ഒഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് റൈസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും ആ സ്പൈസസ് നമ്മൾ ചൂടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ സ്പൈസസിൻ്റെ ഫ്ലേവറെല്ലാം ആ ഓയിലെല്ലാം നന്നായിട്ട് വരും. അപ്പോൾ നമ്മുടെ റൈസിന് നന്നായിട്ട് അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ റൈസിനുള്ള വെള്ളമൊക്കെ തിളച്ചു. അതിനകത്തോട്ട് സ്ട്രെയിൻ ചെയ്ത് 1.5 ഗ്ലാസ് റൈസ് ഇട്ട് കൊടുക്കും. നമുക്കതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്കതിനെ മൂടി വെച്ചിട്ട് തീ കുറച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റൈസിനെ കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് തീ ഒന്ന് ചെറുതാക്കാൻ പോവാം. തീ മിനിമത്തിലാക്കിയിട്ട് നമുക്കതിനെ 10 മിനിറ്റ്സ് കൊണ്ട് ദം ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കാം റൈസ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. ഞാൻ നോക്കട്ടെ. കണ്ടോ, നമ്മുടെ റൈസൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഇളക്കി നോക്കാം അടിയിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത്. ഇല്ല, വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ റൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ടൈം ഏകദേശം ഒരു 10 മിനിറ്റ്സ് ആണ് മീഡിയം ഹീറ്റിൽ. ഇവൻ അടുപ്പങ്ങ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിനകത്ത് ഇരുന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് ദമ്മായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കോൺ മിക്സ്ചർ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഒന്ന് ആറിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ കോൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ടോസ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ കോണൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് റൈസ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. അതുകഴിഞ്ഞിട്ട് ഞാനിത് സെർവ് ചെയ്യാൻ പോവാണ്. സെർവ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളേർഡ് പെപ്പേഴ്സ്, അതായത് യെല്ലോയും റെഡ് നമ്മുടെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ കോൺ പുലാവിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ഒന്ന് പ്രസ് ചെയ്തേക്കണേ.